അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ എറണാകുളത്തുള്ള ഒരു കോളേജിന്റെ കൂടെ ഗോവയ്ക്ക് ട്രിപ്പ് പോവാണ്. അപ്പൊ കോഴിക്കോട് പോകാൻ വേണ്ടിട്ട് മഞ്ചേരി നേരെ കോഴിക്കോട് ബസ്സിനെടുക്കുക. ഇതാണ് സാലി, ഞാൻ ബസ്സിൽ നിന്ന് പരിചയപ്പെട്ടാണ്. നമ്മൾ പഠിച്ച കൊളത്തൂർ NSS-ലാണ് പഠിച്ചത്. ട്രിപ്പോടെ സ്റ്റാറ്റസ് കണ്ടപ്പോ ഓളൊന്ന് റീപ്ലൈ എന്ന മെസ്സേജ് അയച്ചാണ്. കൊണ്ടോട്ട് എത്തിയാർന്നപ്പോ എന്നാ വായ ജ്യൂസ് കുടിക്കാതെ ഒരു ഫോർമാലിറ്റിക്ക് പറയുകയും ചെയ്തു. നമ്മൾ എന്റെ വിടണു. അപ്പൊ തന്നെ ഞാനവിടെ അങ്ങനെ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് ഇമേജിന്റെ അടുത്ത് തന്നെയുള്ള ലാറ്റ്മേറ്റ് അക്കാഡമിയുടെ മാനേജറാണ് അവള്. നേരെ ഓരോ ഓഫീസിൽ പോയി. ഈ വരുന്നതാണ് നമ്മളെ ഫ്രണ്ട് മെസ്സേജ് അയച്ചാൽ കുടിയ മാനേജർ. എന്തായാലും പോയതല്ലേ, ഓരോടെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കേട്ട് നോക്കാം. 6 മാസത്തെ സ്മാർട്ട് ഫോൺ ടെക്നോളജിയാണ് ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ്. 100% പ്ലേസ്മെന്റ്, അതും അങ്ങ് ദുബായിൽ ഇവർ ഉറപ്പ് തരുന്നുണ്ട്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിന്റെ കീഴിൽ വിശാലമായ ലാബ് സൗകര്യത്തോടു കൂടി ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഇങ്ങക്ക് മൊബൈൽ ടെക്നീഷ്യന്റെ കോഴ്സ് ലാറ്റ്മേറ്റ് നിന്ന് പഠിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടു പോകുന്നവർക്ക് ഫീസിൽ നിന്നും 10,000 രൂപ ഡിസ്കൗണ്ട് ചോദിച്ചു വാങ്ങാൻ മറക്കട്ടോ. മാത്രമല്ല ഹോസ്റ്റൽ ഫെസിലിറ്റീസ് തികച്ചും ഫ്രീ. 10ാം ക്ലാസ് കഴിഞ്ഞിട്ടും വെറുതെ നിങ്ങളെ ഫ്രണ്ടിനോട് അയച്ചു കൊടുത്തേ. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്ത നമ്പറിൽ ഇപ്പൊ തന്നെ വിളിച്ചോളിട്ടാ. നിങ്ങൾ വിചാരിച്ചില്ലേ ജ്യൂസിന്റെ കാര്യം ഞാൻ മറന്നു? വീട്ടുപോലെ ഞാൻ ജ്യൂസും കുടിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് നേരെ ബസ് കയറി കോഴിക്കോട്ടേക്ക്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോ കുറച്ച് ഞാൻ നേരം വെക്കി. ഞാൻ പേടിച്ചു ട്രെയിന് പോയിരുന്നു, പക്ഷേ ട്രെയിൻ ഡിലേ ആണ്. അങ്ങനെ ട്രെയിൻ വന്ന് നമ്മൾ ട്രെയിനിൽ ചാടി പിടിച്ച് കയറി. ഇതാണ് സൊഫാൻ, ട്രിപ്പിന്റെ കോർഡിനേറ്റർ കം നമ്മുടെ ജൂനിയറും കൂടിയാണ് മജ്ലിസിലെ. ആസ് യൂഷ്വൽ എല്ലാ ട്രിപ്പിനും പോലെ ഫസ്റ്റ് കുറച്ചു നേരം ഞാൻ പോസ്റ്റ് ആയെങ്കിലും പിന്നെ പോലെ 2-3 ആൾ ഇന്റർവ്യൂ വന്നു. ലുഡോ കളിയും കാര്യങ്ങളും തുടങ്ങി. സൊഫാനല്ലെങ്കിലും നമ്മളോട് നല്ല സ്നേഹമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിന്നാൻ എന്തെങ്കിലും കൊടുത്തരും. വീഡിയോ എടുക്കാനായിട്ട് അവന്റെ വാർക്കാട്ട കമ്പി കാണിച്ചു. പിന്നെ ഇപ്പൊ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ. സ്വാഭാവികമായിട്ടും ആരെക്കാരും കളിയിൽ ജയിച്ചിട്ടുണ്ടാവുക ഞാൻ തന്നെ. അത് കഴിഞ്ഞേക്ക് നേരെ യൂനോ തുടങ്ങി. സത്യം പറഞ്ഞ യൂനോ കളിക്കാൻ എനിക്കറിയില്ല, പക്ഷെ ഓലിക്ക് പഠിപ്പിച്ചൊന്നും. ഇതാണ് അനീസ്, മജ്ലിസിലെ നമ്മളെ മറ്റൊരു ജൂനിയറാണ്. ഓനുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് തിന്നാൻ കൊണ്ടു. ചെറുതായിട്ട് ബുദ്ധിക്കൊരു തകരാറുള്ള കുട്ടിയാണ്, കാര്യം കണ്ട. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ ബൈ, സീ യു ടുമോറോ. ഗോവൻ വിശേഷങ്ങളുമായി അടുത്ത ദിവസം കാണാം.